നമ്മൾ കലാകാരന്മാരും കലാകാരികൾക്കും വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾ സാധിച്ചെടുക്കുക, അവരുടെ കലാപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും മുന്നോട്ട് പ്രോത്സാഹനങ്ങൾ കൊടുക്കുക, മുന്നോട്ട് കൊണ്ടുപോകുക, കലയെ പ്രോത്സാഹിപ്പിക്കുക, ഓരോരുത്തരുടെയും കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് ഓരോ പരിപാടികൾ അവതരിപ്പിക്കുക. അതാണ് ഞങ്ങൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ കലാകാരന്മാർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനൊരു സംഘടന വളരെ നല്ലൊരു പ്രവർത്തനമാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ കലാപരമായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് സഹായം നൽകുക, പിന്നെ അവർക്ക് പുതിയ അവസരങ്ങൾ കൊടുക്കുക, അങ്ങനെയുള്ളൊരു വലിയൊരു കാര്യമാണ് ഈ ഒരു സംഘടനയിലൂടെ ലഭിക്കുന്നത്. ഞാൻ യൂട്യൂബിലൊരു സംഭവാമി യുഗ എന്നൊരു വെബ് സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 3 എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ INSയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റാണ്. അതായത് ഇന്ത്യൻ നാഷണൽ ആർട്ടിസ്റ്റ് യൂണിയൻ കോൺഗ്രസിന്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റ്. എൻ്റെ പേര് ആനക്കോട്ടൂർ ഷാജി. ഞാൻ ഈ സംഘടന 10 വർഷം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടനയുടെ മുഖ്യ ലക്ഷ്യം എന്ന് വെച്ചാൽ നിരവധി അവശത അനുഭവിക്കുന്ന കലാകാരന്മാരുണ്ട്. അതായത് അവശ്യ കലാകാരന്മാർ കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ച് 10 വർഷം കൊണ്ട് പ്രവർത്തിച്ച് മുന്നേറുന്ന ഒരു സംഘടനയാണ്. കൊല്ലം ജില്ലയിൽ ഇപ്പം നമ്മുടെ പാർട്ടി ഏറ്റെടുത്തു, KPCC ഏറ്റെടുത്തു. ഈ സംഘടന വളരെ വിപുലമാക്കി കൊണ്ടുപോകാനുള്ള പ്രയത്നത്തിലാണ് ഞാൻ. അങ്ങനെ ആ പ്രയത്നത്തിന്റെ ഫലമാണ് നമ്മൾ ഇന്നല്ല ഞങ്ങൾ 2 ആഴ്ച കൊണ്ടേ ഇവിടെ മീറ്റിംഗ് കൂടുന്നുണ്ട്. മീറ്റിംഗ് കൂടി നമ്മൾ അതിൻ്റെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. അതിനോടൊപ്പം തന്നെ നമ്മൾ വലിയ ഈ കലാകാരന്മാരെ ഓരോരോ രംഗങ്ങളിൽ നമ്മൾ ഉയർത്തിക്കൊണ്ട് പാട്ടുകാരെ, സംഗീതം പഠിച്ചവരെ സംഗീത ആ ലെവലിൽ കൊണ്ടുപോയി അവരെ നിരവധി പ്രോത്സാഹനം, നിരവധി ചാൻസുകളും അവർക്ക് ഒപ്പിച്ചു കൊടുക്കുക. സിനിമയിലായാലും മറ്റ് പാടാനും അവസരങ്ങൾ ഒപ്പിച്ചു കൊടുക്കുക. പിന്നെ കലാകാരന്മാരായ ആർട്ട് വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ മുന്നോട്ട് കൊണ്ട് അവരെ അതിന് വേണ്ട പ്രോത്സാഹനം കൊടുത്ത് അവർക്ക് അതിൻ്റെ വേണ്ട ഉന്നമനത്തിലോട്ട് എത്തിക്കുക. അത് കൂടാതെ ഈ കലാകാരന്മാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് സർക്കാരിൽ നിന്നും. അവർക്ക് വീട് വയ്ക്കുന്നതിനും, വിവാഹം കഴിക്കാം, കുട്ടികളെ വിവാഹം കഴിച്ചയക്കുന്നതിനും, പിന്നെ മറ്റ് അവർക്ക് സ്ഥാപനങ്ങൾ ഇടുന്നതിനും ഒക്കെ നിരവധി അവർക്ക് ആനുകൂല്യങ്ങളുണ്ട്. ഈ ആനുകൂല്യമൊന്നും കിട്ടാതെ പോകുന്നവർക്ക്, കാര്യം അവർക്കിത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഒരു സംഘടനയും മുന്നോട്ട് വന്നിട്ടില്ല. ഇന്ന് വരെ നിരവധി പ്രൈവറ്റ് സംഘടനകളുണ്ട്. ഒരുപാട് സംഘടനകൾ ആദ്യ ആവശ്യത്തോടെ വന്ന് കുറച്ച് നാൾ നിൽക്കും, പിന്നെ പൊളിയും. അവർക്ക് അവരുടെ രീതി കഴിയുമ്പോഴത്തേക്ക് സംഘടന പൊളിയാണ്. വീണ്ടും പുതിയൊരു സംഘടന രൂപം കൊള്ളും. അതിനകത്തും ഈ ആളുകൾ അവരതുകൊണ്ട് ഈ സംഘടന കൊണ്ടങ്ങ് വെറുത്ത് നിൽക്കുകയാണ്. പക്ഷെ നമ്മുടെ ഈ സംഘടന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവരെല്ലാം ഒരു കുടക്കീയിൽ കൊണ്ടുവന്നുകൊണ്ട് ഇവരുടെ അവകാശങ്ങൾ ഇവരിപ്പോൾ അനുഭവിക്കുന്ന യാചനകളും പീഡനങ്ങളും കലാകാരന്മാരെ അംഗീകരിക്കുന്നില്ല. ഇവരെ നമ്മളെ ചിന്തിപ്പിക്കുമ്പോഴും നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാണ് കലാകാരന്മാർ. പക്ഷെ അവരുടെ ദുഃഖങ്ങൾ നമ്മൾ അറിയണം. വീടുകളില്ലാത്ത ഒരുപാട് കലാകാരന്മാരുണ്ട്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം ജോലിയില്ലാത്ത ഒരുപാട് കലാകാരന്മാർ പെയിന്റിങ്ങിന്റെ പണിക്കും മറ്റു കൂലിപ്പണിക്ക് പോയിട്ടാണ് ഈ പാവപ്പെട്ട കലാകാരന്മാർ ഓരോ പ്രോഗ്രാമിനും പോകുന്നത്. പക്ഷെ അവർക്ക് അത്രയും ത്യാഗം അനുഭവിച്ചിട്ട് അതിനനുസരിച്ചുള്ള അവർക്ക് യാതൊരു വിലയോ നിലയോ അവർക്ക് കിട്ടുന്നില്ല. പക്ഷെ അവരാരോട് പറയാം? അപ്പോഴാണ് നമ്മുടെ ഈ സംഘടന 10 വർഷം ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഘടനയ്ക്ക് രൂപം കൊണ്ട് ഒരു രാഷ്ട്രീയത്തിന്റെ അധീനതയിൽ നിൽക്കുമ്പോൾ ഈ സംഘടന അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റും. അല്ലാതെ ചുമ്മാതെ ഇപ്പം ഞാൻ മാറിയുന്നൊരു സംഘടന ഉണ്ടാക്കി മറ്റേയാൾ മാറിയുന്നൊരു സംഘടന ഉണ്ടാക്കി അതൊന്നും വില പോകത്തില്ല. അപ്പൊ ഈ സംഘടന ഇനി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി, അതായത് ബ്ലോക്ക് തലങ്ങളിലും മണ്ഡലം തലങ്ങളിലും ജില്ലാ തലങ്ങളിലും എല്ലാം നല്ല മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് നമ്മളെ ഇവരെല്ലാം ഒരു കുടക്കയിലാക്കൊണ്ട് ഇവർക്ക് എന്തെല്ലാം അർഹതപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അത് നേടിക്കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടാണ് ഞങ്ങൾ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാൻ ഇന്ത്യൻ നാഷണൽ ആർട്ടിസ്റ്റ് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയാണ്. നമ്മുടെ ഷാജി കൊട്ടാരക്കര എന്നെ ഈ സംഘടനയിലേക്ക് പ്രധാനമായും ക്ഷണിച്ചത് അദ്ദേഹമാണ്. ഞങ്ങൾ അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കി, ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കി, സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എന്നെ തിരഞ്ഞെടുത്തു. ഇപ്പം ഞങ്ങൾ ഈ സംഘടന ഉണ്ടാക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കീഴിലുള്ള INDCL ഈ സംഘടന രൂപം കൊണ്ട് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും അഭിനയിക്കുന്നവര് ഒരുപാട് പേരെ ചൂഷണം ചെയ്യുന്നു. അവർക്ക് യഥാർത്ഥമായ ആനുകൂല്യം കൊടുക്കുന്നില്ല. അവരെ ഒരു ജോലിക്ക് പോലും പാമയ്യത്തെ സ്റ്റേയിൽ പട്ടിണിയിലാണ്. ഗവൺമെന്റ് കണ്ണു തുറക്കുന്നില്ല. ഇങ്ങനെയുള്ള കലാകാരന്മാർക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, അമ്മയുണ്ട്. അവരെ ഒന്നും നോക്കുന്നതിനോ ഒന്നും ഗവൺമെന്റ് കലാ സാംസ്കാരിക മന്ത്രി തിരിഞ്ഞു നോക്കാറില്ല.
ഇതിനെ സംഘടിപ്പിച്ച് ഇതിനെ ഗവൺമെന്റിനെ കൊണ്ട് ശ്രദ്ധ ക്ഷണിക്കുന്നതിനും ഈ ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ ഒരാളിനെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ 1000 രൂപ കൊടുക്കും, ചിലപ്പോൾ 1500 കൊടുക്കും, ചിലപ്പോൾ 500 കൊടുക്കും, ചിലപ്പം വെറുതെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ചൂഷണം നടത്തുന്ന ചില ആളുകൾ ഈ സംഘടനയിലുണ്ട്. ഞാൻ 79 മുതൽ അങ്കുരം എന്ന ചലച്ചിത്രത്തിൽ അഭിനയിച്ചു. അതിനുശേഷം 2017 മുതൽ 15 സിനിമയും 6 സീരിയലും ചെയ്തു. ഇതിനകത്ത് എനിക്ക് വളരെ തിക്ത അനുഭവങ്ങൾ ഉണ്ടായി. അന്നേ എൻ്റെ മനസ്സുകൊണ്ട് പിന്നെ ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ INTUCയുടെ നേതൃത്വത്തിൽ ഒരു സംഘടന ഉണ്ടാക്കി അവർക്ക് കിട്ടുന്ന ക്ഷേമനിധി, പാർപ്പിട സൗകര്യം, അവശത അനുഭവിക്കുന്നുള്ള പെൻഷൻ തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ സംഘടന ശക്തമായി പോരാടും എന്ന് പറയുന്നു. ഈ സംഘടനയിലെ അവശത അനുഭവിക്കുന്നവരെ ആദ്യത്തെ ഞങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത് ഈ അവശത അനുഭവിക്കുന്ന കലാകാരന്മാരെ എങ്ങനെ സഹായിക്കാം, അവരുടെ ഉന്നമനത്തിന് വേണ്ടി ഈ സംഘടന പ്രവർത്തിക്കും. അതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഈ സംഘടന ഞങ്ങളിപ്പം രൂപം നേരത്തെ ഉണ്ട് എങ്കിൽ പോലും ഞങ്ങൾ വരുന്ന 26-ാം തീയതി ഓണാഘോഷ പരിപാടി നടത്തുന്നു. വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നു. എല്ലാ സാമ്പത്തിക ഓണാഘോഷം ഞങ്ങൾ നടത്തുന്നു. ഇതിനകത്ത് ആർട്ടിസ്റ്റുകളെ വരുത്തുന്നു, കലാ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ വരുത്തുന്നു. ഈ ആദ്യത്തെ ഞങ്ങളുടെ ആദ്യ പരിപാടി ഓണാഘോഷമാണ്. ഇന്ത്യൻ നാഷണൽ ആർട്ടിസ്റ്റ് യൂണിയന്റെ അതിനകത്ത് ഞാൻ അംഗമായത് ഷാജി സാറാണ്, ഷാജി ആനക്കൊട്ടൂർ. പുള്ളിയാണ് എന്നെ വിളിച്ചതും ഇതിനകത്ത് വന്നതും. ഞാൻ ഒരുപാട് സംഘടനയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. കോൺഗ്രസിലും ശ്രീനാരായണ ഗുരുദേവന്റെ ഇതിലും എല്ലാത്തിലും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് കലയെ ഒരുപാട് ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൽ ഒരുപാട് പേർക്ക് വീടില്ല, അവർക്ക് സ്വന്തമായിട്ടൊരു പെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരെ എല്ലാവരെയും ഗവൺമെന്റ് ഒരു വിധത്തിൽ പറഞ്ഞ് അവരെ തഴഞ്ഞു വെച്ചിരിക്കുകയാണ്. അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ, ഇപ്പം നമ്മൾ ഈ പാർട്ടിപരമായിട്ട് ഇതിനകത്തൂടെ ഈ സംഘടനയിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിലാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതിനകത്ത് കലയോട് ചേർന്ന് നിൽക്കുന്ന കലാകാരന്മാരും കലാകാരികളും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും, അവർ നമ്മളോടൊപ്പം വന്ന് ചേർന്ന് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കാനും, അവർ നമ്മളോട് പറയുന്ന പരാതികൾ നമ്മളാൽ കഴിയും വിധം നമുക്ക് അവരെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ മുൻകൈ എടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് ഈ സംഘടനയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ വരുന്ന 26-ാം തീയതി DCCയിൽ വെച്ച് നമ്മളൊരു 1 ഡേ പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓണാഘോഷ പ്രോഗ്രാമാണത്. പക്ഷെ അതിൽ ഏറ്റവും നല്ല പ്രോഗ്രാമായിട്ട് നമുക്ക് വിജയിപ്പിച്ച് കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് നമ്മളത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ എല്ലാവരും കൂടെ നമ്മളിതിപ്പോൾ ഒരു 3ാമത്തെ മീറ്റിംഗ് ആണ് DCCയിൽ വെച്ച് കൂടുന്നത്. ഇതിൽ ഏറ്റവും നല്ല മികവോടുകൂടി നമുക്കിത് ഒന്ന് രൂപകൽപ്പന ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ പ്രോഗ്രാമും, അതിൽ നാടൻപാട്ട് മുതൽ എന്തെല്ലാം കലകളുണ്ടോ അതെല്ലാം ഓരോ പ്രോഗ്രാം വീതം നമ്മൾ അവതരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഇതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങളും എല്ലാം ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു അതിയായ ആഗ്രഹം. അതിൽ ഞങ്ങൾ എല്ലാവരും ഒത്തു നിൽക്കുമെന്നാണ് ഞങ്ങൾ പ്രതിജ്ഞ എടുത്തു വെച്ചിരിക്കുന്നത്. കാര്യം കലാകാരികൾക്കും കലാകാരന്മാർക്കും വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഒരു നേരത്തെ ആഹാരമെങ്കിലും നമ്മൾ അതിൽ നിന്നും കൊടുക്കണം എന്നുള്ള ഒരു കാര്യത്തോടു കൂടിയാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ യാത്ര ചെയ്യുന്നതിൽ പല തെരുവിൽ നിന്ന് പാട്ടുപാടുന്ന ഗായികന്മാരെയും ഗായകന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. അവരെന്തോരം മെച്ചൂരിറ്റി ആയിട്ട് പാടുന്നവരാണ്. അവരവിടെ നിന്ന് പാടുന്നത് കേട്ടാൽ നമുക്ക് പോലും സങ്കടം തോന്നിയിട്ടുണ്ട്. ഇത്രയും ഉള്ള ആൾക്കാരെയൊക്കെ ഗവൺമെന്റ് തഴഞ്ഞു കളയുക എന്ന് പറയുന്നത് നല്ലൊരു പ്രവണതയല്ല. നമ്മളാൽ കഴിയുന്നത് നമ്മുടെ ഈ INTUCയുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സംഘടനാപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും ചെറിയ ചെറിയ സഹായങ്ങളും നമ്മളാൽ കഴിയും വിധം ചെയ്തു കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഉഷ ഷാജി. ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആർട്ടിസ്റ്റിന്റെ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടാണ് എന്നെ തിരഞ്ഞെടുത്തേക്കുന്നത്. ഞാൻ ശരിക്കും കോൺഗ്രസിന്റെ പരിപാടിയിൽ വന്നു. അത് കഴിഞ്ഞ് നമ്മുടെ പെരുന്നാട് മുരളി സാറിനെ പരിചയപ്പെടുന്നു. സാറിന് ഈ ഫിലിം ഫീൽഡിലേക്ക് എന്നെ വിളിക്കുന്നു. ഞാൻ 7 സീരിയലിനകത്ത് ചെറിയ ചെറിയ വേഷങ്ങൾ, ഒരുപാട് വലിയ വേഷങ്ങളൊന്നും പറയാൻ പറ്റില്ല, ചെറിയ വേഷങ്ങൾ ചെയ്തു. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഈ ആർട്ടിസ്റ്റിന്റെ ഒരു പരിപാടി
ഇതിനകത്തൊരു ജനറൽ സെക്രട്ടറി ഇതിനകത്ത് നല്ലോണം ആക്റ്റീവായി നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ആനക്കൊട്ടൂർ ഷാജി സാറ്, ശരിക്കും അജിത ചേച്ചിയാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. അജിത ചേച്ചിയാണ് എന്നെ ഇതിലേക്ക് വിളിച്ചിട്ടാണ് ഞാൻ ഷാജി സാറുമായിട്ട് പരിചയപ്പെടുന്നത്. സാർ എനിക്ക് ഇങ്ങനെ ഒരു വലിയൊരു സ്ഥാനം തന്നു. ആ സ്ഥാനത്തിരുന്ന് ഇപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ഒരു ആത്മധൈര്യമുണ്ട്. ഞങ്ങൾ 26-ാം തീയതിത്തേക്ക് വലിയൊരു പരിപാടി ആലോചിച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പരിപാടി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളത് നല്ല രീതിയിൽ അത് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇപ്പം ഈ ഇരിക്കുന്ന എബി സാറ് പുള്ളിക്കാരനൊരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. ഡയറക്ടറും കൂടാണ്, അതിനകത്ത് നായകനും കൂടാണ്. അതിനകത്ത് നായികയുടെ അമ്മവേഷമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാറിനെ ഇതിനകത്തേക്ക് വിളിച്ചു. ഞങ്ങൾ രണ്ടും ഇതിനകത്ത് വളരെ ആക്റ്റീവോട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഞങ്ങൾ ഈ ഒരു കലാരംഗത്തേക്ക് വന്നപ്പം ഇവിടെ പറഞ്ഞതുപോലെ ഒരുപാട് തിക്താനുഭവങ്ങളുണ്ട്. ഇതിനകത്ത് ആർട്ടിസ്റ്റുകളെ വിളിക്കുക, അവർക്ക് 1000 രൂപ കൊടുക്കുക. ചിലപ്പം അവർ തോന്നെ പൈസ മേടിച്ചിട്ട് നമുക്ക് ദൂരേന്ന് വന്നവരല്ലോ ഒരു ദിവസത്തെ ഫുള്ള്, ചിലപ്പം പകല് ഫുള്ള് നിൽക്കണം. രാത്രി നിന്നാൽ പോലും 700 രൂപ 1000 രൂപ കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതിനകത്ത് ഒരുപാട് വേർതിരിവുകളും കാണിക്കുന്ന പ്രവണതകളും നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസം വരുത്തണമെന്ന് ആഗ്രഹിക്കുകയാണ് ഞങ്ങള്. ഈ സംഘടനയിൽ കൂടി ഞങ്ങൾക്ക് ഒരുപാട് മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ കണ്ടതുകൊണ്ടും ആണ് ഞങ്ങൾ ശരിക്കും ഈ ഒരു സംഘടന നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ഒരുപാട് പാവങ്ങളെ ഇതിൽ നിന്നെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം മാറ്റി അവർക്ക് ദിവസവേതനം നല്ല രീതിയിൽ മേടിച്ചു കൊടുക്കണമെന്ന്, അവരെ കഷ്ടപ്പാടുകൾ കുറച്ച് ഇതിൽ നിന്ന് മാറ്റണമെന്നും ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് എബി ടി ഡേവിഡ്സൺ. ഞാൻ നേരത്തെ ഒരു ഗ്രാഫിക് ഡിസൈൻ രീതിയിൽ MNC-യിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതുപോലെ സിനിമയോടുള്ള ഒരുപാട് ആഗ്രഹം കാരണം ജോലി രാജിവെച്ച് കുറച്ച് സിനിമ ഷോർട്ട് ഫിലിംസും അങ്ങനെയൊക്കെ ചെയ്ത് അവസാനം ഇപ്പോൾ ഒരു വെബ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നായികയുടെ അമ്മവേഷമാണ് ഉഷേച്ചി ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ തുടർന്നുള്ള എപ്പിസോഡുകൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ ഉഷേച്ചി എന്നെ ഇങ്ങനെ ഈ ഒരു സംഘടനയെക്കുറിച്ച് പരിചയപ്പെടുത്തുകയും വിളിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഈ ഒരു സംഘടനയുടെ മീറ്റിങ്ങിന് വരികയും എന്നെ ഇവിടുത്തെ ജില്ലാ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അപ്പം ഇവിടെ വന്നതോടുകൂടി മനസ്സിലായ നമ്മൾ പ്രത്യേകിച്ച് ഒരു കലാപരമായിട്ട് പോകുമ്പോൾ കലാകാരന്മാർക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പ്രത്യേകിച്ച് വേതനം ലഭിക്കുന്ന എല്ലാവർക്കും കൃത്യമായ രീതിയിൽ വേതനം ലഭിക്കുന്നില്ല. പിന്നെ പലരും സാമ്പത്തികമായിട്ടൊക്കെ വളരെ പ്രയാസത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അത്തരം ആൾക്കാരെ കുറച്ചും കൂടെ അവർക്ക് അവസരങ്ങൾ ലഭിക്കുവാനും അവർക്ക് മറ്റ് രീതിയിൽ സാമ്പത്തികമായിട്ട് സഹായം ലഭിക്കുവാനും ഈ ഒരു സംഘടന വളരെ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം ആ ഒരു പരിപാടിയുടെ മുന്നോടിയായിട്ട് ഇപ്പോൾ 26-ാം തീയതി ഒരു ഓണാഘോഷ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരികയും അവർക്കെല്ലാം അവസരങ്ങൾ ലഭിക്കുവാനും അവർക്കൊക്കെ തുടർന്നും ഈ ഒരു മേഖലയിൽ നല്ല രീതിയിൽ നിൽക്കുവാനും കഴിയാൻ വേണ്ടി ആണ് ഈ ഒരു സംഘടന നിൽക്കുന്നത്. അപ്പോൾ അതിൽ ഒരു വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് നിൽക്കാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായിട്ടാണ്.